ഹലോ ഓൾ. ഡ്രീം ചിൽഡ്രൻ എ റെവറി ബൈ ചാൾസ് ലാംബാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാൾസ് ലാംബ് ബ്രിട്ടീഷ് എസ്സൈസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് എസ്സൈസ് ഓഫ് ഇലിയ. 1823 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററാണ് മേരി ലാംബ്. മേരി ലാംബിൻ്റെ ഒരു പോയം നമ്മൾ ഓൾറെഡി നോക്കി, ചൂസിങ് എ പ്രൊഫഷൻ. ഓക്കെ, ആൻഡ് ദെൻ അദ്ദേഹത്തിൻ്റെ ഈ എസ്സൈയുടെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺവെർസേഷണൽ ടോണിലാണ് എഴുതുന്നത്. സബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു ഡ്രീം ലൈക്ക് സ്റ്റോറീസ് അല്ലെങ്കിൽ ഡ്രീം ലൈക്ക് എസ്സേസ് ആണ് അദ്ദേഹം മിക്കവാറും പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്, ലാസ്റ്റാണ് നമ്മൾ റീഡേഴ്സ് റിയലൈസ് ചെയ്യുന്നത് അത് ഡ്രീം ആയിരുന്നു എന്നുള്ളത്. ഫിലോസഫിക്കലായിട്ടുള്ള എസ്സേസ് ആണെങ്കിൽ കൂടി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇൻവോൾവ് ചെയ്യാറുണ്ട്. ആൻഡ് ദെൻ ലാംബിൻ്റെ ഒരു ഫിക്ഷണൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ പേഴ്സണെയാണ് ഈലിയ എന്ന് പറയുന്നത്. ഈലിയ എന്നുള്ള ക്യാരക്ടർ മിക്കവാറും ഉള്ള എസ്സേസിനകത്തൊക്കെ അദ്ദേഹത്തിന് കാണാറുണ്ട്. ഇലിയ എന്ന് പറയുന്നൊരു ക്ലർക്കാണ്, സൗത്ത് സീ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലർക്ക്. ഈ ഒരു ക്യാരക്ടർ ഓൾമോസ്റ്റ് ഓൾ ദി എസ്സേസിനകത്ത് കാണാൻ സാധിക്കും. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഡോണിം പോലെയാണ് ഈ ഒരു പേരെന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് ഇൻസിഡൻസുമാണ് അദ്ദേഹത്തിൻ്റെ എസ്സേക്കകത്തും സ്റ്റോറിക്കകത്തൊക്കെ പോയംസിനകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇലിയ എന്നുള്ള ക്യാരക്ടർ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിക്ഷണൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സുഡോണിമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ എസ്സേസ് ഓഫ് ഇലിയക്കകത്ത് വരുന്ന വേറൊരു ഫിക്ഷണൽ ക്യാരക്ടർ, അതായത് ഇദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ ലൈഫിലുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ മേരി ലാംബ്. മേരി ലാംബിനെ പോലും അദ്ദേഹം ബ്രിഡ്ജറ്റ് ഏലിയ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേഴ്സണൽ നമ്മുടെ എസ്സേക്കകത്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രീം ചിൽഡ്രൻ റെവറി എന്ന് പറയുന്നത് ഒരു പോപ്പുലർ എസ്സേ ആണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള പേഴ്സണൽ ലോസ് അല്ലെങ്കിൽ പേഴ്സണൽ റിഗ്രറ്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് അദ്ദേഹം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് എല്ലാ ക്യാരക്ടേഴ്സും ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള ക്യാരക്ടേഴ്സാണ്, എക്സെപ്റ്റ് 2 കുട്ടികളുടെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഇതിനകത്ത്, ആലിസും ജോണും. അത് 2 ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ്. ഓക്കെ, ഓതർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലൈഫിലുള്ള ലോൺലിനെസ്സിനെ കുറിച്ചാണ് ഈ ഒരു എസ്സേക്കകത്ത് പറഞ്ഞു പോകുന്നത്. ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള എലിമെൻസും ഇതിനകത്ത് ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പാരഗ്രാഫ്സ് ഒന്നുമില്ല, പാരഗ്രാഫ് ഡിവിഷനൊന്നുമില്ല, എല്ലാം വളരെ ലോങ് സെൻറ്റൻസസ് ആയിട്ട് എഴുതി പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഫാൻറ്റസിയുടെ സഹായത്തോടു കൂടി ഫിക്ഷണലൈസ് ചെയ്തിട്ട് ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു എസ്സേസ് ഓഫ് ഇലിയക്കകത്ത് എന്നുള്ള വർക്കിനകത്ത് ഒരുപാട് കളക്ഷൻ ഓഫ് എസ്സേസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫിലുള്ള ഗ്രാൻഡ് മദറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാൻഡ് മദറിൻ്റെ പേര് ഫീൽഡ് എന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിട്ടുള്ള ജോൺ ലാംബ് ഉണ്ട്. സിസ്റ്റർ മേരി ലാംബിനെ ബ്രിഡ്ജറ്റ് ഏലിയ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ഫാക്റ്റും ഫിക്ഷനും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ലിറ്റററി പീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമോഷണൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് ഹ്യൂമറും പേത്തോസും അതുപോലെ തന്നെ നൊസ്റ്റാൾജിക് ആയിട്ടൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നെ ഡ്രീം ഡിവൈസ് ആണ് എപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിലുള്ള ആ ഒരു ഇൻസിഡൻസ് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റിനെ കാണിക്കാൻ അദ്ദേഹം ഡ്രീം ഡിവൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇമാജിനറി ചിൽഡ്രൻ തമ്മിലുള്ള കോൺവെർസേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു എസ്സേ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പം നോക്കാം നമുക്ക് എസ്സേയിലോട്ട്. ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ജോണുമായിട്ട് നമ്മുടെ ചാൾസ് ലാംബിന് വളരെയധികം ക്ലോസ് റിലേഷൻഷിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ജോൺ ലാംബിന് മെൻ്റൽ ഇൽനെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുഞ്ഞിലെ തന്നെ, അതായത് യങ് ആയിട്ടിരുന്നപ്പോഴേ മരിച്ചുപോയി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മേരി ലാംബിൻ്റെ കാര്യവും. ഈ ട്രോമയും അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ ഒരുപാട് അധികം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് മേരി ലാംബ്. അതുപോലെ തന്നെ ഇവരുടെ അമ്മയെ കൊന്നത് മേരി ലാംബാണ്, സ്റ്റാബ് ചെയ്തിട്ടാണ് കൊന്നത്. മേരി ലാംബും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാംബിനും ഈ ചാൾസ് ലാംബിനും അതുപോലെ തന്നെ ഡിപ്രഷനും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, ഈ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം കുറേ കഷ്ടപ്പെട്ടിരുന്നു. അതായത് എസ്പെഷ്യലി ബ്രദറിനെയും സിസ്റ്ററിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെൻ്റൽ ഡിസ്റ്റർബൻസസും ഒക്കെ ഇദ്ദേഹത്തിനും ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിതിനകത്ത് വരുന്ന തീം എന്താണെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ്, മെമ്മറി, ലവ് ആൻഡ് ലോസ് ഓഫ് ലവ് ആണ് ഇതിനകത്ത് വരുന്ന തീം. അതുപോലെ തന്നെ ഇമാജിനേഷൻ്റെ പവറും ഇതിനകത്ത് ഒരു തീമായിട്ട് വരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇമാജിനേഷനിലൂടെ ഒരു ഹാപ്പി വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇമാജിനേഷനിൽ തന്നെ നമുക്ക് പെയിനും ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ ഹാപ്പൻ ചെയ്യാം, പക്ഷേ അത് റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ അത് ഫെയ്ഡായി പോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ചൈൽഡ്ഹുഡിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ആലസും ജോണും എന്നുള്ള 2 ക്യാരക്ടേഴ്സ്, കുട്ടികളുടെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ചൈൽഡ്ഹുഡിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചും ഇയാൾ പറയുന്നുണ്ട്. അദ്ദേഹം ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു ടൈം ഓഫ് ഇന്നസെൻസ് ആണ്, വണ്ടർ ആണ്, ജോയ് ആണ്, അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ഹാപ്പൻ ചെയ്യുന്ന നല്ലൊരു പീരീഡാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഈ ഒരു എസ്സേക്കകത്തുള്ള 2 കുട്ടികളുടെ ചൈൽഡ്ഹുഡ് പോലെ ഹാപ്പി ആയിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ,
ആൻഡ് ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യുന്നതെന്നും കൂടി അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ദെൻ മെമ്മറിയുടെ വാല്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മെമ്മറി എന്ന് പറയുന്നത് പാസ്റ്റിനെ പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ, അല്ലേ? അതായത് നമ്മുടെ ലവ്ഡ് വൺസ്, അതായത് നമ്മളെ വിട്ട് പിരിഞ്ഞ ലവ്ഡ് വൺസിനെയൊക്കെ ഈ മെമ്മറി എന്ന് പറഞ്ഞ കാര്യമാണ് പ്രിസർവ് ചെയ്ത് നമ്മളെ ഒന്ന് ഇച്ചിരി ഒന്ന് എന്താ പറയുക, ഒരു മരിച്ചുപോയ ആളുകളെ ഒന്ന് കീപ്പ് അലൈവായിട്ട് നമ്മുടെ മൈൻഡിൽ വെക്കുന്നത് മെമ്മറിയാണ്. സോ മെമ്മറി എന്ന് പറയുന്നത് തന്നെ കുറച്ച് സെലക്റ്റീവാണ്. സബ്ജക്റ്റ് നമ്മൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഓർത്ത് വെക്കുമെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് ചീത്ത കാര്യങ്ങളാണ് നമ്മുടെ മെമ്മറി പെട്ടെന്ന് ചിലപ്പോൾ സെലക്റ്റീവായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. സോ മെമ്മറി എന്ന് പറയുന്ന കാര്യം പോലും സെലക്റ്റീവാണ്, സബ്ജക്റ്റീവാണ്. അതിനകത്ത് പോലും നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറേ മെമ്മറീസ് കാണും, അല്ലേ? ആൻഡ് അതുപോലെ തന്നെ മെമ്മറിയുടെ തന്നെ റിലയബിലിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യതയെ അല്ലെങ്കിൽ ആക്യുറസിയെ പോലും ഇദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ചില സ്റ്റോറീസ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും, ചിലതെന്ന് പറയുന്നത് കള്ളത്തരമായിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ലവിൻ്റെ മീനിങ്, അതായത് ലവ് എന്നുള്ളത് ചാൾസ് ലാമ്പിന് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫ്രണ്ട്സിനോട്, എസ്പെഷ്യലി ഫാമിലിയോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രദർ ജോണിനോടും വളരെ കാര്യമാണ്. ആൻഡ് പിന്നെ പറയുന്നത് ലവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്രസ്ട്രേറ്റിംഗ് ആകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ലവിന് ഡെത്തിനെയും ടൈമിനെയൊക്കെ ട്രാൻസെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുക അതിനെയൊക്കെ അതിനേക്കാട്ടിലുപരി ലവിന് ആ ഒരു പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ടൈമിനെക്കാട്ടിലും ഡെത്തിനെക്കാട്ടിലും ലവിന് എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു എസ്സേക്കകത്തെന്ന് പറയുന്നത് ഒരു ലോസിനെ കുറിച്ച്, നഷ്ടങ്ങളെ കുറിച്ചാണ് ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്. ഇതൊരു ഡേ ഡ്രീമാണ്. റെവറി എന്ന് വെച്ചാൽ ഡേ ഡ്രീമാണ്. അപ്പോൾ അദ്ദേഹം ഉച്ചയുറക്കത്തിൽ കണ്ടൊരു സ്വപ്നമാണ് ഈ ഒരു എസ്സേ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ലാസ്റ്റേ അറിയത്തുള്ളൂ എന്ന് മാത്രം. ലാംബ് അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ജോൺ ലാമ്പിൻ്റെ മരണത്തിനെക്കുറിച്ചും അതിൻ്റെ ആ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എത്രമാത്രം ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് മിസ്സസ് ഫീൽഡ് എന്നാണ്, ആ ഫീൽഡിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ ഇതിനകത്ത് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ഇമാജിനറി ക്യാരക്ടേഴ്സിനെ, അതായത് 2 ഇമാജിനറി ചിൽഡ്രനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഇമാജിനറി ചൈൽഡ് എന്ന് പറയുന്ന ആലിസ് ആണ്. ആലിസിന് 7 വയസ്സാണുള്ളത്. വളരെ സ്വീറ്റ് ആൻഡ് സീരിയസ് ആയിട്ടുള്ളൊരു ഡെമണറാണ് അവൾക്കുള്ളത് ക്യാരക്ടർ. അവൻ വളരെ അച്ഛനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അച്ഛൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജെയിംസ് ഏലിയ എന്നാണ് ഒരു ക്യാരക്ടറിൻ്റെ പേര്. ജെയിംസ് ഏലിയയുടെ മക്കളാണ് ആലിസും ജോണും. ജെയിംസ് ഏലിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ചാൾസ് ലാമ്പിനെ തന്നെ വേണം നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ. അപ്പോൾ പിന്നീട് ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്ന അച്ഛൻ്റെ വായിൽ നിന്ന് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് കേൾക്കുക എന്നുള്ളതാണ്. അച്ഛൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ചൊക്കെ കേൾക്കുക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ലാംബ് അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതൊക്കെ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അയാൾ കല്യാണം കഴിച്ചിട്ടോ കുട്ടികളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ചാൾസ് ലാംബ്. അപ്പോൾ ആ ഒരു റിഗ്രറ്റ് ഒക്കെ ഇങ്ങനെ ഡ്രീമിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാണ് അദ്ദേഹം തീർക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുവാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ആലിസ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. വളരെയധികം ഇന്നസെൻസും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ ചൈൽഡ്ഹുഡ് പീരീഡിനെ അതുപോലെ തന്നെ ഫാമിലി ക്ലോസ്നെസ്സിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഇമാജിനറി ചൈൽഡ് എന്ന് പറയുന്നത് ജോൺ ആണ്. അത് 10 വയസ്സാണുള്ളത് ജോണിന്. വളരെ ലൈവ്ലിയാണ്, മിസ്റ്റീവിയസ് ആണ് സിസ്റ്ററിനെക്കാട്ടിലും. അച്ഛൻ്റെ ട്രാവലിലും അഡ്വഞ്ചറിലും സെൻസ് ഓഫ് ഹ്യൂമറിലുമാണ് ജോണിന് താല്പര്യം. അച്ഛനായിട്ട് ഇവിടെ ഉള്ളത് ജെയിംസ് ഏലിയ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. വളരെ സെൻസിറ്റീവും ഇമോഷണലുമാണ് നമ്മുടെ ജോൺ എന്ന് പറയുന്നത്. അപ്പോൾ ജോണും ആലിസും ഒരിക്കൽ അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള മിസ്സസ് ഫീൽഡിനെ കുറിച്ച് നമ്മുടെ ജെയിംസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ മിസ്സസ് ഫീൽഡ് ഒരു വലിയ മാൻഷനിലാണ് താമസിച്ചിരുന്നത്. ആ ഒരു ഹൗസ് ഒരു റിച്ച് നോബിൾ മാൻഡേതായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് മദർ ഫീൽഡ് ആയിരുന്നു ആ ഹൗസിൻ്റെ കീപ്പർ എന്ന് പറയുന്നത്. ആ വീട് അവരുടേതാണെന്നുള്ള രീതിയിലാണ് അവരതിനെ കെയർ ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ വെച്ച് എന്തോ ഒരു ട്രാജിക് ഇൻസിഡൻറ്റ് ഈ ഒരു വീട്ടിൽ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. അതായത് 2 ഇൻഫൻസും അവരുടെ അങ്കിളും ഈ ഒരു വീട് എപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഒരു ബാലഡ് പോലെ ഇങ്ങനെ ആളുകൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. അതായത് ദ ചിൽഡ്രൻ ഇൻ ദ വുഡ് എന്നാണ് ആ ഒരു ട്രാജിക് ഇൻസിഡൻറ്റിൻ്റെ പേര്, ദ ചിൽഡ്രൻ ഇൻ ദ വുഡ്. അപ്പോൾ 2 കുട്ടികളും അവരുടെ അങ്കിളും എന്തോ ഈ വീട്ടിലെങ്ങാണ്ട് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാജിക് ഇൻസിഡൻറ്റ് ആ വീട്ടിൽ ഹാപ്പൻ ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് ആ വീട്ടിൽ തന്നെ ആ മാൻഷനിൽ തന്നെ ചിമ്നിയുടെ സൈഡിൽ ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചും ഇവരുടെ സ്റ്റോറിയെക്കുറിച്ചും. അപ്പോൾ ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു റിച്ച് പേഴ്സൺ ഈ ഒരു വീട് മേടിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആ വുഡൻ ചിമ്നി എടുത്ത് കളഞ്ഞിട്ട് അതിന് പകരം മാർബിൾ ചിമ്നി എടുത്ത് അവിടെ പ്ലേസ് ചെയ്തു. ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആലിസിന് വളരെയധികം ദുഃഖം തോന്നി. കാരണം ആ കഥയുള്ള ചിമ്നി പീസ് കാണാൻ പറ്റിയില്ലല്ലോ അവർക്ക്. പിന്നീട് അപ്പം ഈ ജെയിംസ് പറയുവാണ്, അവൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവളുടെ അമ്മയെ പോലെയാണെന്നാണ് പറയുന്നത്.
ഗ്രേറ്റ് ഗ്രാൻഡ് മദർ മിസ്സസ് ഫീൽഡ് വളരെ റിലീജിയസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ 2 കുട്ടികളുടെ ആത്മാക്കളെ അവിടെ ഹോണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആ ആത്മാക്കളെ ഇവർക്ക് പേടിയില്ലായിരുന്നു. അവരതുകൊണ്ട് ഒറ്റയ്ക്കാണ് ഉറങ്ങിയിരുന്നത്. പക്ഷേ ചാൾസ് ലാംബ്, അതായത് നമ്മുടെ ചാൾസ് ലാംബ് ആ സമയത്ത് കുഞ്ഞായിരുന്നു. ജെയിംസ് ഏലിയ എന്നുള്ള ക്യാരക്ടർ അന്ന് കുഞ്ഞായിരുന്നു. പക്ഷേ അതുകൊണ്ട് അയാൾക്ക് പേടിയായതുകൊണ്ട്, അയാൾ അത്രയ്ക്ക് റിലീജിയസ് അല്ലാത്തതുകൊണ്ട് അയാൾ ഹൗസ് കീപ്പറിൻ്റെ കൂടെയാണ് ഉറങ്ങിയിരുന്നത്. വേറൊരു മെയ്ഡ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെയായിരുന്നു ഉറങ്ങിയിരുന്നതെന്നാണ് പറയുന്നത്. ഗ്രാൻഡ് മദർ വളരെ ടോളായിരുന്നു. ആൻഡ് അവർക്ക് പക്ഷേ ക്യാൻസർ എന്നുള്ളൊരു അസുഖം വന്നാണ് അവർ മരിച്ചു പോയത്. അപ്പോൾ ഗ്രാൻഡ് മദർ മരിച്ചപ്പോൾ നെയ്ബർഹുഡിലുള്ള എല്ലാവരും ഇവരുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ വളരെ ഗുഡ് ഡാൻസർ ആയിരുന്നു. ആലിസ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഗ്രാൻഡ് മദറിൻ്റെ ഡാൻസർ ആയിരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആലിസ് പെട്ടെന്ന് അവളുടെ കാലൊന്ന് പതുക്കെ ചലിപ്പിച്ചു. അതായത് ഇവൾക്കും ഡാൻസിങ് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഹൗസ് ഡീക്കേ ആവാൻ തുടങ്ങി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മിസ്സസ് ഫീൽഡ്. അപ്പോൾ ഈ നോബിൾ മാൻ എന്തായത് ഈ ഒരു ഹൗസിൻ്റെ ഓണർ എന്ത് ചെയ്തു, ഇതിനകത്തിരുന്ന പഴയ കാര്യങ്ങളെല്ലാം കൂടി എടുത്ത് ഇദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിൽ കൊണ്ടുവച്ചു. ആ പഴയ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. കാരണം വളരെ വിയേർഡായിട്ട് തോന്നി. ആ ഒരു സറൗണ്ടിങ്സുമായിട്ട് ഒട്ടും ചേരാത്ത കണക്ക് തോന്നി. അപ്പം നമ്മുടെ ജെയിംസ് ഏലിയ പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെമിത്തേരിയിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂമ്പ് എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ട്യൂമ്പെന്ന് പറയുമ്പോൾ അറിയാലോ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ, അതായത് എപ്പം മരിച്ചു എപ്പം ജനിച്ചു എന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കത്തില്ല സെമിത്തേരിയിൽ ഓരോ ആളുകളുടെ കുഴിമാടത്തിൻ്റെ ഫ്രണ്ടിൽ. ആ ട്യൂമ്പ് എടുത്ത് നമ്മുടെ ഡ്രോയിങ് റൂമിൽ കൊണ്ടുവച്ച് എങ്ങനെ ഇരിക്കും, അതുപോലായിരുന്നു ഈ റിച്ച് നോബിൾമാൻ പഴയ വീട്ടിലെ പഴയ സാധനങ്ങളെടുത്ത് പുതിയ വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ ഭയങ്കര അത്രയ്ക്ക് അങ്ങോട്ട് സിങ്ക് ആയില്ല ആ സറൗണ്ടിങ്ങുമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ജോണിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൻ അത് കണ്ട് ചിരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഓൾഡ് ഹൗസിൽ ഗാർഡനിൽ പണ്ടത്തെ കാര്യം വീണ്ടും പറയുകയാണ് ജെയിംസ് ഏലിയ, വളരെ ഫ്രൂട്ട്സും ഓറഞ്ചസും പീച്ചസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജെയിംസ് ഏലിയ അതൊന്നും പ്ലക്ക് ചെയ്തിരുന്നില്ല. അതെല്ലാം ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് പോകുന്നതായിരുന്നു. ആൻഡ് അപ്പം എല്ലാ ഗ്രാൻഡ് ചിൽഡ്രനിലും ഗ്രാൻഡ് മദർ ഫീൽഡിന് ഏറ്റവും ഇഷ്ടം ഇദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ജോണിനെ ആയിരുന്നു. ഓക്കെ, ആൻഡ് ജോൺ എന്ന് പറയുന്നത് വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. റൈഡിങ്, ഹണ്ടിങ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൊക്കെ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഇവിടെ ജോൺ എന്ന് പറയുന്ന ആരാണ്? യഥാർത്ഥത്തിൽ ജോൺ ലാംബാണ്, നമ്മുടെ ചാൾസ് ലാംബിൻ്റെ ബ്രദറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആൻഡ് അദ്ദേഹം ഇതുപോലെ ജെയിംസിനെ, അതായത് നമ്മുടെ ചാൾസ് ലാംബിനെ ഇതുപോലെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ജെയിംസിന് നല്ലോണമൊന്നും ഇതൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ആൻഡ് ജോൺ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി എങ്ങാട്ടിരുന്നപ്പോഴേ ജെയിംസിന് വളരെയധികം മിസ്സിങ് ആയിരുന്നു. ഈ ഒരു ജോണിൻ്റെ മരണം എന്ന് പറയുന്നത് തന്നെ ഒരുമാതിരിയായിരുന്നു. ചിൽഡ്രൻ എന്ത് ചെയ്തു, ഈ ഒരു സാഡ് ഇവൻറ്റ് കണ്ട് കരയാൻ തുടങ്ങി. ആൻഡ് എന്നിട്ട് അവർ പറഞ്ഞു അങ്കിൾ ജോണിൻ്റെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ ജോണിൻ്റെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യേണ്ട, ഇനി ഞങ്ങൾ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് പറയാൻ പറഞ്ഞു. ഈ കുട്ടികളുടെ അമ്മ മരിച്ചു പോയേക്കുവാണ്. അതായത് ജെയിംസ് ഏലിയ എന്നുള്ള ക്യാരക്ടറിന് വൈഫ് മരിച്ചു പോയിരിക്കുന്നു. ഇനി ഡെഡ് മദറിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെയാണ് അവളുടെ ആ ഡെഡ് മദറിൻ്റെ പേരും ആലിസ് എന്നാണ്. അപ്പോൾ ആലിസിനെ എങ്ങനെയാണ് കണ്ടിഷ്ടപ്പെട്ടതെന്നും 7 വർഷത്തോളം ഇവർ ഒരുമിച്ച് താമസിച്ചു, സ്നേഹിച്ചു. ആൻഡ് 7 വർഷം ആയപ്പോഴത്തേക്കും എന്നിട്ട് പറയുകയാണ് അമ്മയ്ക്ക് വളരെ ഷൈ ആയിട്ടുള്ള നേച്ചറായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു എന്താ പറയുക, ഇവളെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാൻ, കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ ഇതെല്ലാം പറഞ്ഞിട്ട് ആലിസിനെ നോക്കിയപ്പോൾ എന്താണ് മനസ്സിലായത്, ആലിസ് പെട്ടെന്ന് തന്നെ അമ്മയുടെ കണക്ക്, ആലിസ് അമ്മയുടെ പോലെ ഇരിക്കുവാണ്, നമ്മുടെ കുട്ടി ആലിസ്. അപ്പം ഇയാൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഇയാൾ ആലിസിനെ നോക്കിയിരുന്ന സമയത്ത് ഈ 2 കുട്ടികളും പതുക്കെ മാഞ്ഞു പോകാൻ തുടങ്ങുന്ന പോലെയായി. വളരെ ഡിസപ്പിയറിങ് അല്ലെങ്കിൽ വാനിഷ് ആവാൻ തുടങ്ങി. അപ്പോൾ അവരിങ്ങനെ പതുക്കെ മാഞ്ഞു പോയി. ഈ ജെയിംസിന് കുട്ടികളെ കാണാൻ പറ്റാതായി. ഒരു ഗ്രേറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ ഡ്രീം കാണുമായിരുന്നു, ചാൾസ് ലാംബ് ഡ്രീം കാണുകയായിരുന്നെന്നും ജോണോ അല്ലെങ്കിൽ എന്താ പറയുക ഈ 2 ക്യാരക്ടേഴ്സും ഒന്നും അവിടെ യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നുവെന്നും ആ കുട്ടികളെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നുവെന്നും ഇദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഉണർന്നപ്പോൾ ഇദ്ദേഹം ഒരു ആംഡ് ചെയറിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അദ്ദേഹം ഉറങ്ങിപ്പോയി. അതാണ് അദ്ദേഹം ഒരു ഡേ ഡ്രീം കണ്ടത്. അപ്പോൾ ജെയിംസ് ഏലിയയും പോയി. ആൻഡ് ഒള്ളി ചെയറിനകത്ത് ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചാൾസ് ലാംബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, ജെയിംസ് ഏലിയ എന്ന് പറയുന്നത് ചാൾസ് ലാംബ് തന്നെയാണ്. ഈ 2 കുട്ടികൾ എന്ന് പറയുന്നത് ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ്. ഓക്കെ, അവരുടെ അങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ജോൺ ലാംബാണ്. യഥാർത്ഥത്തിലും ജോൺ ലാംബ് എന്ന് തന്നെയാണ് പേര്. കഥയ്ക്കകത്തും ജോൺ എന്നാണ് പറയുന്നത്. ചാൾസ് ലാംബിന് ഒരു ആൻ എന്നുള്ളൊരു സ്ത്രീയുമായിട്ടൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, പക്ഷേ അത് സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ ആനിന് പകരം ആലീസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചാൾസ് ലാംബ് കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ മക്കളോ ഒന്നും ഇല്ല. അപ്പോൾ ഈ ഡ്രീം ചിൽഡ്രൻ എ റവറി എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുൾ ഇമാജിനേറ്റീവ് ആയിട്ടുള്ളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു എസ്സേയാണ്. ഹ്യൂമൻ കണ്ടീഷൻസ്, അതായത് ലവ്, ബ്യൂട്ടിഫുൾ മെമ്മറി, പവർ ഓഫ് ഇമാജിനേഷൻ ഒക്കെയാണ് ഇതിനകത്ത് എംപ്ലോയ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. റിയാലിറ്റി ആണോ ഫാൻറ്റസി ആണോ എന്ന് നമുക്ക് റീഡേഴ്സിന് പോലും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു ഇദ്ദേഹം എഴുതിയിരുന്നത്. അപ്പോൾ ബോത്ത് റിയൽ ആൻഡ് ഇമാജിനറി വേൾഡാണ് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ആ ഒരു ഇമാജിനറി ചിൽഡ്രനിലൂടെ അദ്ദേഹത്തിൻ്റെ ജോയ്സ്, അദ്ദേഹത്തിൻ്റെ സോറോസ് എല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ട്രാജഡീസിനെ എല്ലാം അദ്ദേഹം നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഇതിനകത്ത് വരുന്ന സ്റ്റോറി എന്ന് പറയുന്നത്.
ആൻഡ് ദെൻ ഇതിനെ ക്രിട്ടിക്കലി നമ്മൾ അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡ്രീം ചിൽഡ്രൻ എന്ന് പറയുന്നത് ആ ഒരു ഓതറിൻ്റെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഫാമിലി ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻക്രീസിങ് ലോൺലിനെസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു അച്ഛനാവാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെറ്റേണൽ ആയിട്ടുള്ള റോള് അദ്ദേഹം ഡ്രീമിലൂടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്, 2 കുട്ടികളുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ ആ ഒരു ഡ്രീമിനകത്ത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ലോകത്ത് നഷ്ടമായി പോയ പേഴ്സണൽ വൺസ്, അതായത് ബ്രദർ ആണെങ്കിലും ഗ്രാൻഡ് മദർ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം അദ്ദേഹം ഈ കഥയിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, പാസ്റ്റിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഡ്നെസ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എസ്സേക്കകത്ത്. ഒരു കൈൻഡ് ഓഫ് സാഡ്നെസ് അല്ലെങ്കിൽ വളരെ മെലങ്കോളിക് ആയിട്ടാണ് ഈ ഒരു എസ്സേ അദ്ദേഹം എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചാൾസ് ലാമ്പിൻ്റെ ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഈ ഒരു എസ്സേയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിക്കാം. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഇതുപോലെ അയാളിരുന്ന് ഉറങ്ങിയ സമയത്ത് ഒരു ഡേ ഡ്രീം കണ്ടതാണ്. നറേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ജെയിംസ് ഏലിയ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ചിൽഡ്രൻ ഗ്രോയിങ് ഫെയിൻറ്റർ എന്ന് പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതായത് ഇതൊരു ഡേ ഡ്രീം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡ്രീം ആയതുകൊണ്ട് ഇദ്ദേഹം ഉണർന്നപ്പോൾ അല്ലെങ്കിൽ കോൺഷ്യസ് സ്റ്റേജിലോട്ട് വന്നപ്പോൾ ഈ കുട്ടികൾ ഡ്രീം ആയതുകൊണ്ട് ഈ കുട്ടികൾ പെട്ടെന്ന് മാഞ്ഞു പോകുന്നത് പോലെ ഇദ്ദേഹത്തിന് തോന്നി. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുടെ കാര്യമാണ്, ആലിസും ജോണിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതെന്തൊരു ടൈപ്പ് ഓഫ് എസ്സേ ആണ്? പേഴ്സണൽ എസ്സേ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡ്രീം പ്ലസ് ഫാൻറ്റസി എസ്സേ എന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ ബാച്ചിലർ ആം ചെയറിലിരുന്നാണ് ചാൾസ് ലാംബ് പെട്ടെന്ന് ഉണർന്നത് എന്നാണ് ലാസ്റ്റ് പറയുന്നത്. ബാച്ചിലർ ആം ചെയർ എന്ന് വെച്ചാൽ ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഇദ്ദേഹം തന്നെ ലാസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്ത് തരുവാണ്. അദ്ദേഹം ആ ആം ചെയറിലിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ബാച്ചിലർ ആം ചെയറിലിരുന്നാണ് അദ്ദേഹം ഉണർന്നതെന്നാണ് പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ അയാൾ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പോയിട്ട് നമ്മുടെ റൈറ്റർ ഇൻഡയറക്ട്ലി പറയുവാണ് നമ്മളുടെ അടുത്ത്. ടോൺ ആൻഡ് മൂഡ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഹാപ്പിനെസ്സും സാഡ്നെസ്സും മെലങ്കോളിക് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇദ്ദേഹം എഴുതി പോയേക്കുന്നത്. പിന്നെ തീം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആദ്യം തന്നെ. ടൈറ്റിൽ ഓഫ് ദി എസ്സേ വെരി സ്യൂട്ടബിൾ തന്നെയാണ്, ആപ്റ്റാണ് ടൈറ്റിൽ, ജസ്റ്റിഫൈങ് ആയിട്ടുള്ള ടൈറ്റിൽ തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റോറി അങ്ങ് പറഞ്ഞാൽ മതി. ജോൺ ലാമ്പിനെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, വളരെ ആക്റ്റീവായിട്ടുള്ള ലൈവ്ലി ആയിട്ടൊരു ക്യാരക്ടർ പോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും റൈഡിങ്ങിനും ഹണ്ടിങ്ങിനും ഒക്കെ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഇതിനകത്ത് ബ്രിഡ്ജറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ബ്രിഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ മേരി ലാംബ്, ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ ആലിസിൻ്റെയും ജോണിൻ്റെയും റിയാക്ഷൻ എന്തൊക്കെയാണ് ഈ സ്റ്റോറി കേൾക്കുമ്പോൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഫാമിലി എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത് അപ്പോൾ പറയേണ്ടത് ജോൺ ലാമ്പിൻ്റെ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് മദർ ഫീൽഡിൻ്റെ കാര്യവും പറയണം. അതൊക്കെ റിയൽ ക്യാരക്ടേഴ്സാണ്. ആകെ ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആലിസും ജോണും മാത്രമാണ്. ഓക്കെ. ഇതിനകത്ത് നൊസ്റ്റാൾജി എന്താണെന്ന് ചോദിക്കുന്നു. നൊസ്റ്റാൾജി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അവരുടെ ഗ്രാൻഡ് മദർ ഫീൽഡിൻ്റെ കാര്യവും അതുപോലെ ജോൺ ലാമ്പിൻ്റെ കൂടെ അദ്ദേഹം റൈഡിങ്ങിനും ഹണ്ടിങ്ങിനും പോയ കാര്യമൊക്കെ വേണം എഴുതാൻ. പിന്നെ ഗ്രാൻഡ് മദർ ഫീൽഡിനെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് അവരെങ്ങനെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. റിലീജിയസ് ആയിട്ടുള്ള ലേഡിയാണെന്ന് പറഞ്ഞു, പേടിയൊന്നുമില്ല, ഹൗസ് കീപ്പർ ആയിരുന്നു എന്നുള്ളത്, ഡാൻസർ ആയിരുന്നു എന്നുള്ളത്, നെയ്ബേഴ്സിന് ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുക. ഓക്കെ. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ എസ്സേയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് നമ്മൾ ഹ്യൂമർ എന്നുള്ള എലിമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ ഹ്യൂമർ എന്നുള്ള എലിമെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ എല്ലാവിധ എസ്സേസിനകത്തും നമുക്ക് ഉള്ളതാണ്. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ഗ്ലൂമിനെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു എസ്സേസ് ഒക്കെ എഴുതുന്നത്. ഓക്കെ. അപ്പോൾ ലാമ്പിൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഡിസപ്പോയിൻമെൻറ്റും ഫ്രസ്ട്രേഷനേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം കംപ്ലെയിൻ ചെയ്തതിന് പകരം അദ്ദേഹത്തിൻ്റെ വറീസും മിസറീസും എല്ലാം അദ്ദേഹം ഒരു ഇച്ചിരി ഹാപ്പിനെസ് ഒക്കെ ചേർത്തിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ. അതുകൊണ്ട് തന്നെ മിക്സർ ഓഫ് ഹ്യൂമർ പ്ലസ് പേത്തോസ് ആണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്തുള്ളത്. പേത്തോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സോറോസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ എസ്സേസിൽ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ വിറ്റി ആയിട്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. ആൻഡ് ഒരു ഇച്ചിരി ഒരു സെൻസിറ്റീവ് പോലെയാണ് അദ്ദേഹം എഴുതുന്നത് ഇതിൻ്റെ സ്റ്റോറിയൊക്കെ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഓക്കെ. അപ്പം അതുപോലെ അപ്പം ഹ്യൂമറും ഉണ്ട്, പേത്തോസും ഉണ്ട്. ഈ 2 കാര്യങ്ങൾ മറന്നു പോകരുത്. അതായത് പേഴ്സണൽ സോറോസിനെ കുറിച്ചും എഴുതുന്നുണ്ട് അദ്ദേഹം, ജോയ്സിനെ കുറിച്ചും എഴുതുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ വേൾഡിൽ ഫാൻറ്റസി വരുന്നുണ്ട്. അതാണ് ഈ ഒരു എസ്സേക്കകത്ത് നമ്മൾ കാണുന്നത്. പിന്നെ മിസ്സസ് ഫീൽഡിൻ്റെയും ജോൺ ലാമ്പിൻ്റെയും അതായത് ബ്രദറിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു പോകുക. പിന്നെ വളരെ പത്തറ്റിക്കായിട്ട് അല്ലെങ്കിൽ പേത്തോസിൻ്റെ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, പത്തറ്റിക്കായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഫീൽഡിൻ്റെ അതായത് ഗ്രാൻഡ് മദർ ഫീൽഡിൻ്റെ മരണവും അതുപോലെ ജോൺ ലാമ്പിൻ്റെ മരണമാണ് ഇദ്ദേഹം പത്തറ്റിക്കായിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ലവർ ഉണ്ടായിരുന്നു, ആൻ സിമൺസ് എന്ന് പറഞ്ഞ്. അവരെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ആൻ സിമൺസ് ആണ് ആലിസ് എന്ന് പറഞ്ഞ് വീണ്ടും വൈഫായിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ ഒരു ഹാപ്പി നോട്ടിലാണ് തുടങ്ങുന്നതെങ്കിലും അതിനൊരു ഡാർക്ക് സൈഡുണ്ട് നമ്മുടെ ഈ ഒരു എസ്സേക്ക്. കോമിക്കലിയും ഇദ്ദേഹം ഇത് അതായത് ഇച്ചിരി ഹാപ്പിനെസ് ഒക്കെ ചേർത്തിട്ടാണ് ഇദ്ദേഹം പറഞ്ഞു പോകുന്നത്.
പിന്നെ ഈ ചിൽഡ്രനെ പറയുന്നുണ്ടെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ അത് നമ്മൾ എൻഡ് ഓഫ് ദി എപ്പിസോഡ് മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇതൊരു ഡേ ഡ്രീം ആണെന്ന് പോലും. ഓക്കെ, ആൻഡ് അപ്പം അദ്ദേഹം ഉണരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു റിയലൈസേഷൻ ആയിരുന്നു, ഇത് വെറും ഒരു ഡ്രീമാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു എസ്സേക്കകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഹ്യൂമറും പേതോസും എന്നുള്ളൊരു എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ചാൾസ് ലാമ്പിൻ്റെ എസ്സേക്കകത്ത്, ഹ്യൂമർ എങ്ങനെ വരുന്നു, പേതോസ് എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പം ഈ രണ്ട് പോയിന്റ്സ്, അതായത് അദ്ദേഹം ജോയും ഹാപ്പിനെസ്സും ഒരുപോലെ എഴുതുന്നൊരു ഹാപ്പിനെസ്സും സോറോയും ഒരുപോലെ എഴുതുന്നൊരു വ്യക്തിയാണ്. അതാണ് ഇതിനകത്ത് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വേറെ ഒരുമാതിരി എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.